സോ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് യൂസ്ഫുൾ തിയറംസ് ഓഫ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് രണ്ട് തിയറി മാത്രം, രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ഈ ഒരു സെക്ഷനിൽ നിന്ന്. അത് മേ ബി 1 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ആദ്യത്തെ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിപ്രോസിറ്റി റിലേഷൻ എന്നാണ്. അപ്പൊ എന്ത് ചോദിക്കും എക്സാമിന്? സ്റ്റേറ്റ് ദി റെസിപ്രോസിറ്റി റിലേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? let x and y be two variables. Let x and y be two variables. Then അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, z is equal to f of x, y എന്ന് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാനിപ്പോ പറയുന്നു let z is equal to f of x, y. Then dou xy when z is constant is equal to dou y by dou x ന്റെ ഇൻവേഴ്സ് when z is constant. ഇതാണ് റെസിപ്രോസിറ്റി റിലേഷൻ പറയുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. നോക്കിയേ, ഇപ്പൊ z is equal to x square plus y square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ ഞാൻ dou x by dou y ചെയ്യുന്നു വിത്ത് z കോൺസ്റ്റന്റ്. അതാണ് ഇതിന്റെ അർത്ഥം. dou x by dou y ചെയ്യുന്നു, z നെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു അല്ലെ. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാവോ? 1 ഡിവൈഡഡ് ബൈ ഡോ വൈ ബൈ ഡോ എക്സ്. നിങ്ങൾക്ക് അറിയാലോ 1 ഡിവൈഡഡ് ബൈ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞ് ഡോ എക്സ് ബൈ ഡോ വൈ ആയിക്കോളും അല്ലെ. അത്രയും ഇസഡ് ഈ ഒരു സാധനത്തിനെയാണ് ദാ ഈ ഒരു റേസ് ടു -1 കൊണ്ട് ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ എ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/a അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് 1 ഡിവൈഡഡ് ബൈ ഡോ വൈ ബൈ ഡോ എക്സ്. അപ്പൊ ഈ ഡോ എക്സ് എവിടെ കയറും? മേളിൽ കയറും. അപ്പൊ ഈ സെയിം സാധനം വരും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോ എക്സ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഡോ വൈ ബൈ ഡോ എക്സ് ആണ്. റെസിപ്രോസിറ്റി എന്ന് പറയുന്ന, റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ വാലിഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതേപോലെ തന്നെ സൈക്ലിക് റിലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് കോൺസ്റ്റന്റ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് അറ്റ് വൈ കോൺസ്റ്റന്റ്, ഡോ എക്സ് ബൈ ഡോ വൈ അറ്റ് ഇസഡ് കോൺസ്റ്റന്റ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞേക്കുന്നത്? -1 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ എക്സ് കോൺസ്റ്റന്റ്, വൈ കോൺസ്റ്റന്റ്, ഇസഡ് കോൺസ്റ്റന്റ്, ഡോ വൈ, ഡോ ഇസഡ്, ഡോ എക്സ്, ഡോ ഇസഡ്, ഡോ എക്സ്, ഡോ വൈ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. സൈക്ലിക് റിലേഷൻ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ ചെയിൻ റൂൾ. ഓക്കെ, ചെയിൻ റൂൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് തിയറി നോക്കാം. ചെയിൻ റൂൾ ഓഫ് ഡെറിവേറ്റീവ് എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന തിയറി ഒന്നും അല്ല, എന്നാലും നമുക്ക് നോക്കാം. അതായത് ഈ തിയറി ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും, അതാണ് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഓഫ് ടി എന്നും വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈ ഓഫ് ടി എന്നുമുള്ള രീതിയിൽ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. അത് ഡിഫറൻഷ്യബിളും ആണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എക്സ് ഓഫ് ടി ആണ്, വൈ എന്ന് പറയുന്ന വേരിയബിൾ വൈ ഓഫ് ടി ആണ്. ഈ എക്സും വൈയും വെച്ചുകൊണ്ട് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എക്സ് വൈയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് പറയുന്നത് ടിയിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡി ഇസഡ് ബൈ ഡി ടിയുടെ ഇക്വേഷൻ എന്താണ്? ഈ ടിക്ക് പകരം യുഒ തീറ്റ എന്ത് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ ഡി ഇസഡ് ബൈ ഡി ടിയുടെ ഇക്വേഷൻ ആണ്. നോക്കിയേ, ആദ്യമേ നമ്മൾ എക്സ് ചെയ്യും, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യും. ഓക്കെ, ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കും, ഡി എക്സ് ബൈ ഡി ടി. പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചെടുക്കും, പിന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് ടി വെച്ചെടുക്കും, പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യും, പിന്നെ ഡി വൈ ബൈ ഡി ടി ചെയ്യും. പഠിക്കാമല്ലോ. അപ്പൊ ഇത് നമുക്ക് രണ്ട് വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ അല്ലായിരുന്നോ? ഇനി ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ആലോചിച്ചു. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. അതായത് 3 വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ, എക്സും ഉണ്ട്, വൈയും ഉണ്ട്, ഇസഡും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യമില്ല, 3 വേരിയബിളോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ആണ്, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി ആണ്, ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി ആണ്. ഇത് ഡിഫറൻഷ്യബിൾ അറ്റ് ടി ആണ്. അതേപോലെ തന്നെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഈ ഒരു ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ ഒന്നുമില്ല, ഡി വൈ ബൈ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അത്രയും ചെയ്തു. അതിനെ പിന്നെ ഡി എക്സ് ബൈ ഡി ടി ചെയ്തു, പിന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ചെയ്തു, ഡി വൈ ബൈ ഡി ടി ചെയ്തു, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ചെയ്തു, ഡി ഇസഡ് ബൈ ഡി ടി ചെയ്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ, എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ, വൈ ഈസ് ഈക്വൽ ടു ടി ക്യൂബ്. ഈ പറയുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കാനാണ് ചോദ്യം അല്ലെ. അപ്പൊ ഡി ഇസഡ് ബൈ ഡി ടി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സും കണ്ടുപിടിക്കുന്നു, ഡോ ഇസഡ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പൊ വൈ അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ 2xy എന്ന് വന്നു.
ഇനി ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യുന്നു. ഇവിടെ y ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എത്ര? 1 അല്ലെ? അപ്പൊ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എനിക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സും കിട്ടി, ഡോ ഇസഡ് ബൈ ഡോ വൈയും കിട്ടി. ഇനി ഞാൻ എഴുതേണ്ടത്, എനിക്ക് എക്സും വൈയും ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ എന്ത് എഴുതും? ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഈ സാധനത്തിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? 2t ആകും അല്ലെ? അതേപോലെ തന്നെ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി ടി എന്ത് വരും? ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു ടി ക്യൂബ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്തറിയാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ടി ക്യൂബ് ആവുമ്പോൾ ഈ എന്നിന്റെ സ്ഥാനത്ത് എത്ര വന്നു? 3 വന്നു. എക്സിന്റെ സ്ഥാനത്ത് ടിയും വന്നു അല്ലെ? അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 3 അല്ലേ? അപ്പൊ 3t റൈസ് ടു 3 മൈനസ് 1, 3 മൈനസ് 1 2, അങ്ങനെ 3t സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കും. ഡി ഇസഡ് ബൈ ഡി ടി ഇക്വേഷൻ എന്തായിരുന്നു? ആദ്യമേ ഇസഡിനെ എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എക്സ് വെച്ച് ചെയ്യുമ്പോൾ ആ എക്സ് പോകാൻ വേണ്ടി ഇവിടെ ഡി എക്സ് എഴുതും, ബൈ ഡി ടി എഴുതും. പ്ലസ് നമ്മൾ എന്ത് എഴുതും? y വെച്ച് ഡെറിവേറ്റീവ് എടുക്കും. ഇനി y പോകാൻ വേണ്ടി നമ്മൾ dy എഴുതും, അതിനെ t കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എഴുതി കൊടുക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2xy ആണ്. അപ്പൊ ഞാൻ 2xy ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 2t ആണ്. അപ്പൊ 2t എഴുതി, പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് 3t സ്ക്വയർ ആണ്, ഇൻറ്റു 3t സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഗുണിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രം ഗുണിക്കാം. ഇനി ഒരു പ്രത്യേകം കാര്യമുണ്ട്, ഈ സാധനത്തിന് നമുക്ക് ഈ ഫംഗ്ഷൻ എല്ലാം ടിയിൽ കിട്ടണം. അതായത് എനിക്ക് എക്സും വൈയും ഇഷ്ടമല്ല. നമ്മൾ ഡി ഇസഡ് ബൈ ഡി ടി ചെയ്യുമ്പോൾ പിന്നെ അവിടെ എക്സും വൈയും കയറി കിടക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും നമുക്ക് ടിയിൽ വേണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ 2 × 2 4 ആണ് എനിക്കറിയാം. എക്സ് വൈ ടി എന്നാണ് നടക്കുന്നത് അല്ലെ? ആ എക്സിന് പകരം എക്സിന്റെ വില എഴുതുക. എക്സിന് പകരം ടി സ്ക്വയർ എന്നും വൈക്ക് പകരം ടി ക്യൂബ് എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ എക്സിന് പകരം ഞാൻ ടി സ്ക്വയർ എന്ന് കൊടുത്തു, വൈക്ക് പകരം ടി ക്യൂബ് എന്ന് കൊടുത്തു. ഇൻറ്റു ആ 2 ഞാൻ ഇവിടെ ഗുണിച്ചായിരുന്നു, ഇൻറ്റു ആര് മാത്രം? ടി മാത്രം. പ്ലസ് എക്സിന് പകരം എന്ത് കൊടുക്കും? ടി സ്ക്വയർ കൊടുക്കും. അപ്പൊ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ടി സ്ക്വയറിന്റെ സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇവിടെ ടി സ്ക്വയർ ഉണ്ട്, ടി ക്യൂബ് ഉണ്ട്, ഇവിടെ ടി റൈസ് ടു 1 ഉണ്ട് അല്ലെ? അപ്പൊ 2 3 5, 5 1 6, എനിക്ക് എന്ത് കിട്ടും? ടി റൈസ് ടു 6 കിട്ടും. 4t റൈസ് ടു 6 പ്ലസ് 3 ആദ്യം എഴുതി. ഇനി ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്താണ്? നിങ്ങൾക്കറിയാം, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം എൻ ആണ്. അത് ഇത് ഗുണിച്ചാൽ മതി. അപ്പൊ 2 × 2 4 വരും അല്ലെ? അപ്പൊ ടി റൈസ് ടു 4 കിട്ടി. വേണം ഒരുമിച്ച് എഴുതാം. ടി റൈസ് ടു 4 ഇൻറ്റു ബാക്കി ആരുണ്ട്? ടി സ്ക്വയർ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4t റൈസ് ടു 6 പ്ലസ് 3t റൈസ് ടു 4 രണ്ടും കൂടെ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ 4t റൈസ് ടു 6 പ്ലസ് 3t റൈസ് ടു 6 എത്ര കിട്ടും? 7t റൈസ് ടു 6 ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. ഇപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, w is equal to square root of x square plus y square plus z square. x equal to cos theta ആണ്, y equal to sin theta ആണ്, z equal to tan theta ആണ്. അപ്പൊ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് dw by dt കണ്ടുപിടിക്കണം. തീറ്റ is equal to pi by 4 എന്ന് പറയുന്ന വില അതിന് ഇട്ട് കൊടുക്കുകയും വേണം. നോക്കാം. ആദ്യമേ ഞാൻ എന്ത് ചെയ്യുന്നു? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് 1/2 റൂട്ട് എക്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിടക്കുന്നത് എന്താണ്? w is equal to സ്ക്വയർ റൂട്ട് ഓഫ് സംതിങ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യും? 1/2 റൂട്ട് ഓഫ്, ഇവിടെ റൂട്ട് എക്സ് ആകുമ്പോൾ 2 റൂട്ട് എക്സ്, റൂട്ട് ഈ ഒരു സാധനം ആകുമ്പോൾ 2 റൂട്ട് ഓഫ് അത് തന്നെ എഴുതി കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്തുള്ള ഡെറിവേറ്റീവ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ് അല്ലെ? ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും 0 ആണ്. അപ്പോ ഈ 2ഉം വെച്ചിട്ട് ആൻസർ എന്ത് വരും? എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി. നിങ്ങൾ നോക്കിയേ, 1/2 റൂട്ട് ഓഫ് അതെടുത്ത് എഴുതി കൊടുത്തു. ഇനി ഇതിനകത്തുള്ളത് ചെയ്തു. അതായത് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് ആദ്യമേ ചെയ്തു, പിന്നെ ഇതിനകത്തുള്ള ഡെറിവേറ്റീവ് എടുത്തു. അപ്പൊ ഇനി നമുക്ക് ചെയ്തു നോക്കാതെ പറയാം. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എത്രയായിരിക്കും? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് അവിടെ എക്സിന് പകരം വൈ വരും. വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും അല്ലെ? അതേപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ത് വരും? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, തീറ്റ വെച്ചിട്ട് ഇതിന് ഓരോരുത്തരെയും ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഡി എക്സ് ബൈ ഡി തീറ്റ ഇതേപോലെ അല്ലെ, ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ, ഡി സെഡ് ബൈ ഡി തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം. നോക്കി, നിങ്ങളെല്ലാം താഴെ എഴുതേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡെറിവേറ്റീവ് എടുക്കുക. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റയാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി അടുത്ത ഡി വൈ ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? അത് കോസ് തീറ്റയാണ്. ഇനി ഡി സെഡ് ബൈ ഡി തീറ്റ, ഇസഡ് എന്ന് പറയുന്നത് ആരാണ്? ടാൻ തീറ്റയാണ്. അപ്പൊ ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? സീക് സ്ക്വയർ തീറ്റ, സീക് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ വലിയ ഉത്തരവാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഡി ഡബ്ല്യു ബൈ ഡി ഇസഡ് ആണ് വേണ്ടത്. ആദ്യമേ ഇക്വേഷൻ എഴുതാം. സോറി, ഡി ഡബ്ല്യു ബൈ ഡി തീറ്റയാണ് വേണ്ടത്. 5/4 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ. ആദ്യമേ നമ്മൾ ഇക്വേഷൻ എഴുതും. എന്താണ്? ആദ്യമേ നമ്മൾ ഇതിനെ എക്സ് കൊണ്ട് ചെയ്യും, എന്നിട്ട് ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യും അല്ലെ. പിന്നെ എന്ത് ചെയ്യും? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ചെയ്യും, എന്നിട്ട് ഡി വൈ ബൈ ഡി തീറ്റ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ചെയ്യും, ഇനി ഡി ഇസഡ് ബൈ ഡി തീറ്റ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂസ് എല്ലാം എഴുതി കൊടുക്കാം. ഓക്കെ, എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ. എനിക്ക് എന്താണ് കിട്ടിയത്? മൈനസ് സൈൻ തീറ്റയാണ് കിട്ടിയത്. മൈനസ് സൈൻ തീറ്റ പ്ലസ് അടുത്ത വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് എനിക്ക് കിട്ടിയത് എന്താണ്? കോസ് തീറ്റയാണ്. കോസ് തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ആവുമ്പോൾ ഇസഡ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി സെഡ് ബൈ ഡി തീറ്റ കിട്ടിയത് സീക് സ്ക്വയർ തീറ്റ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മൈനസ് അല്ല കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ടേ. ഓക്കെ, അപ്പൊ ഇത് എത്രയായി? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എക്സ് കിടക്കുന്നിടത്തെല്ലാം എക്സിന്റെ വില, ഇതിന്റെ എല്ലാം വില നമ്മൾ തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ആകെ തീറ്റ മാത്രം മതി അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എക്സിന്റെ വില നോക്കി, എക്സിന്റെ വില എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പൊ എക്സിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്, അപ്പൊ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, അപ്പൊ സൈൻ തീറ്റയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്, അപ്പൊ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ ആരുണ്ട്? മൈനസ് സൈൻ തീറ്റ ഉണ്ട്, അപ്പൊ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇതിനെ മാറ്റി ഇത് എടുത്ത് എഴുതി കൊടുത്തു. പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്, അപ്പൊ കോസ് സ്ക്വയർ തീറ്റ താഴെ ഈ സാധനം തന്നെ വരും അല്ലെ. പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി സൈൻ തീറ്റ വരെ വൈ ആയുള്ളൂ, പിന്നെ ആര് ബാക്കിയുണ്ട്? ഒരു കോസ് തീറ്റ ബാക്കിയുണ്ട്, ഞാൻ കൂടെ പിടിച്ചെഴുതി. പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ആരാണ്? ടാൻ തീറ്റയാണ്, ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അല്ല സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു എന്താണ്? സീക് സ്ക്വയർ തീറ്റ അല്ലെ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മെയിൻ ആയിട്ടും അറിയേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ് എന്ത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലെ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും, കറക്റ്റ് അല്ലേ? റൂട്ട് ഓഫ് പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ ഇത് തന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ്, അതായത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും, ബാക്കി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഈ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നോക്കിയേ, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ഒരു സാധനം പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ബൈ അതേ സാധനം, ഇത് രണ്ടും ഒരേ ആൾക്കാരാണ്, ഓപ്പോസിറ്റ് സിമ്പൽ. അപ്പൊ അതെന്തായി പോയി? വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട വേറൊരു ഐഡന്റിറ്റി കൂടി കൊടുക്കാം. ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണത്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക് സ്ക്വയർ തീറ്റ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കുക. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക് സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ടാൻ തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? സീക് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സീക് സ്ക്വയർ തീറ്റയുടെ സ്ക്വയർ റൂട്ട്, അപ്പൊ സ്ക്വയർ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയിട്ട് ബാക്കി എന്തുണ്ട്? സീക്ക് തീറ്റ ഉണ്ട്. അപ്പൊ ഇത് സീക് സ്ക്വയർ തീറ്റ, ഇത് സീക് തീറ്റ, ഒരു സീക് തീറ്റയും വെട്ടിപ്പോയി, ഇവിടുത്തെ സ്ക്വയറും അങ്ങ് പോയി അല്ലെ. അപ്പൊ ബാക്കി ഫൈനൽ ആൻസർ എന്തുണ്ട്? നമുക്ക് ടാൻ തീറ്റ സീക്ക് തീറ്റ എന്ന് കിട്ടി.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് dw ബൈ ഡി തീറ്റ അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇവിടെ എഴുതാം dw ബൈ ഡി തീറ്റ അറ്റ്, ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ, അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക, പൈ ബൈ 4 കൊടുക്കുക. അപ്പൊ ടാൻ പൈ ബൈ 4 ഇൻറ്റു സീക്ക് പൈ ബൈ 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ ടാൻ പൈ ബൈ 4ന്റെ വില നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, അത് 1 ആണ്. അറിഞ്ഞുകൂടെങ്കിൽ ട്രിഗണോമെട്രിക് വാല്യൂസ് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. അപ്പൊ ടാൻ പൈ ബൈ 4 1 ആണ്. ഇനി സീക്ക് പൈ ബൈ 4 എന്താണ്, അത് നമുക്ക് കോസ് പൈ ബൈ 4 ആലോചിക്കാം. കോസ് പൈ ബൈ 4 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പൊ കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, √2 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ എന്താണ്, √2 ആണ്. അപ്പൊ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ചധികം വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. dw ആ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ ഇതെല്ലാം കണ്ടുപിടിച്ചു, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കുറച്ച് ട്രിഗണോമെട്രി ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചു. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കി പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് എക്സ് ഓഫ് യു, അവിടെ നമ്മൾ ടി മാറി യു ആയി. നേരത്തെ നമ്മൾ ടി മാറി തീറ്റയാണ് ചെയ്തത്, ഇപ്പൊ എന്തായി, യു ആയി. ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. എക്സ് ഓഫ് യു എന്ന് പറയുന്നത് 1 പ്ലസ് എ യു ആണ്. ഇവിടെ ഒരു വൃത്തിയുടെ രീതി കൊടുത്തേക്കുന്നത് നമുക്ക് എഴുതാം. എക്സ് ഓഫ് യു എന്ന് പറയുന്നത് 1 പ്ലസ് എ യു ആണ്. വൈ ഓഫ് യു എന്ന് പറയുന്നത് ബി യു ക്യൂബ് ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് വൈ. ഇവിടെ എക്സ് ഇസഡിന് പകരം നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് തന്നേക്കുന്നത്, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. എക്സ് ഇ റൈസ് ടു മൈനസ് വൈ വിത്ത് റെസ്പെക്ട് ടു യു. ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ് ആണ് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, എക്സ് ഓഫ് യുവും വൈ ഓഫ് യുവും തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച്, അത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് എന്നാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ പരിപാടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യും. ഈ സാധനത്തിന് എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് കോൺസ്റ്റന്റ് അല്ല, എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ ഇ റൈസ് ടു മൈനസ് വൈ കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര, 1 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് വൈ മാത്രം വരും. ഓക്കെ, ഇനി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഇ റൈസ് ടു മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇ റൈസ് ടു മൈനസ് വൈ തന്നെ വരും. ഇനി മൈനസ് വൈനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. മൈനസ് വൈനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു -1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് വൈ എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡി എക്സ് ബൈ ഡി യുയും ഡി വൈ ബൈ ഡി യുവും കണ്ടുപിടിക്കും അല്ലെ. ഇവിടെ നമ്മുടെ യു എന്ന് പറയുന്നത് അല്ലെ, എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എ യു ആണ്. അപ്പൊ ഡി എക്സ് ബൈ ഡി യു ചെയ്യുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. 1ന്റെ ഡെറിവേറ്റീവ് 0, എ കോൺസ്റ്റന്റ് ആണ്, യുടെ ഡെറിവേറ്റീവ് 1. അപ്പൊ എ ഇൻറ്റു 1 നമുക്ക് എന്ത് കിട്ടും, എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അടുത്ത ഡി വൈ ബൈ ഡി യു എഴുതാം. ഡി വൈ ബൈ ഡി യു എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി യു ക്യൂബിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി യു ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എക്സ് എൻ എക്സ് റൈസ് ടു n-1 ഫോർമുല. അപ്പൊ 3 യു റൈസ് ടു 3-1, അതായത് 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 3b u സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ ഡി എഫ് ബൈ ഡി യുവിന്റെ ഇക്വേഷൻ എന്താണ്, നമുക്കറിയാം. നമ്മൾ ആദ്യം ഇതിനെ എക്സ് കൊണ്ട് ചെയ്യും, പിന്നെ ഡി എക്സ് ബൈ ഡി യു ചെയ്യും അല്ലെ. പ്ലസ് നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ചെയ്യും, വൈ കൊണ്ട് ചെയ്യും, പിന്നെ ഇതിനെ ഡി വൈ ബൈ ഡി യു എന്ന് ചെയ്യും, ഡി വൈ ബൈ ഡി യു എന്ന് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സിന്റെ ആൻസർ എന്താണ്, ഇ റൈസ് ടു മൈനസ് വൈ ആണ് അല്ലെ. ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി യു എനിക്ക് എന്താ കിട്ടിയത്, എ എന്നാണ് കിട്ടിയത്. അപ്പൊ ഇ റൈസ് ടു മൈനസ് വൈ ഇൻറ്റു എ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് വൈ. അപ്പൊ ഇത് പ്ലസ് വേണ്ട, മൈനസ് കൊടുക്കാം. എക്സ് ഇ റൈസ് ടു മൈനസ് വൈ ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്നത് 3b u സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് വൈ, ഇ റൈസ് ടു മൈനസ് വൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, വൈയുടെ വില കൊടുക്കാം, ബി യു ക്യൂബ്. ഓക്കെ, അപ്പൊ ഇ റൈസ് ടു മൈനസ് ബി യു ക്യൂബ് എ മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം, 1 പ്ലസ് എ യു ആണ് എക്സിന്റെ വില. അപ്പൊ 1 പ്ലസ് എ യു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈക്ക് പകരം ബി യു ക്യൂബ് ഇൻറ്റു 3b u സ്ക്വയർ എന്നല്ലേ. അപ്പൊ 3b u സ്ക്വയർ. ഇത് നമുക്ക് ചെയ്യാനൊന്നും പോകണ്ട, നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എ ഇ റൈസ് ടു മൈനസ് ബി യു ക്യൂബ് മൈനസ് ഓഫ് 3 ആദ്യം എഴുതാം. ചുമ്മാ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു, മേളത്തെ കണക്കായാലും മതി, കുഴപ്പമൊന്നുമില്ല. 3b u സ്ക്വയർ ഇൻറ്റു
1 പ്ലസ് എ യു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി യു ക്യൂബ്. ഓക്കെ, അപ്പോൾ ഒരു വൃത്തിയുടെ ആൻസർ ആണ്. നമുക്ക് ഈ ഒരു ആൻസർ മതി. നമ്മൾ ആ ഒരു ഡെറിവേറ്റീവ് ആ ഒരു ഫ്ലോയിൽ കറക്റ്റ് ആയിട്ട് എടുത്തു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി കൃത്യമായിട്ട് പഠിച്ചേക്കാം കേട്ടോ.